ഒരു വൻ ബ്ലോക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ പെട്ടുകിടക്കുന്നത്. ഇതിലെന്ത് മനസ്സിലാക്കാം, ഈ അവധി ദിവസങ്ങളിൽ ഒരു കാരണവശാലും ഇങ്ങോട്ടേക്ക് വരരുത്. അപ്പം ഇനിയും ഏകദേശം ഒരു 10-60 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക്. അപ്പോൾ വീണ്ടും അങ്ങനെ ആ ബ്ലോക്കിൽ നിന്ന് യാത്ര വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി സൈഡാക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വീണ്ടും ഒന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും യാത്ര തുടങ്ങാമെന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ വണ്ടി സൈഡാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഞങ്ങളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ സമയത്തിന് ശേഷം ഒരു മലയാളം ബോർഡ് കാണാനായി. അപ്പോൾ വീണ്ടും അങ്ങനെ ബ്ലോക്കിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുള്ളത് ഗൂഡല്ലൂരാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനിയും ഏകദേശം ഒരു 50 കിലോമീറ്റർ ഉണ്ടാവാനാണ് ചാൻസ്. അപ്പം ഈ ഗൂഡല്ലൂർ ടൗണിലും കട്ട ബ്ലോക്കിലാണ്. എവിടെ നോക്കിയാലും ബ്ലോക്ക് തന്നെയാണല്ലോ. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവുമെന്ന് തോന്നുന്നു. അപ്പോൾ ലെഫ്റ്റിലേക്ക് മൈസൂരും റൈറ്റിലേക്ക് ഊട്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തി കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലേ, ഒരു പ്രത്യേക ഒരു പുറമേക്ക് ഇരിക്കാനൊരു പ്രത്യേക ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വണ്ടി സൈഡാക്കണം. അപ്പോൾ അങ്ങനെ വണ്ടി സൈഡാക്കി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക. ഈ യാത്രയിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ തന്നെയാണല്ലോ നമ്മൾ ഓരോരോ ആൾക്കാരുടെ ഉദ്ദേശങ്ങൾ. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊട്ടി എത്താൻ നേരത്ത് കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. ചെറിയ ചെറിയ വീട്, പക്ഷെ പല കളറുകളിലായിട്ട് വീടുകളിലെ ഒരു പെയിൻറ്റിങ് ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങളത് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ല, ദൂരെ പല കളറുകളായിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ അങ്ങനെ കുറേ സമയത്തിന് ശേഷം വിശക്കുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോൾ വീണ്ടും ബ്ലോക്കാണ് കാണാൻ സാധിക്കുന്നത്. എമ്മാതിരി ബ്ലോക്ക്, വല്ലാത്ത ജാതി. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ ആ ബ്ലോക്കിൽ നിന്നൊക്കെ മന്ദം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം ഞങ്ങളിപ്പോൾ ഓൾറെഡി ഊട്ടിയിലെത്തി. അപ്പം ഇവിടെ വേറൊരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്, ഒരു ഹിൽ വ്യൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് ഒരു ഹില്ലിൻ്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എത്തി, വണ്ടിയൊക്കെ സൈഡാക്കി. ഇവിടുന്ന് ഇനി കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നടക്കുന്നതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ഇത് വാങ്ങിയിട്ട് കഴിക്കാനുള്ള സൗകര്യം കൂടെ ഉണ്ട്. അതായത് വഴിയോര കച്ചവടങ്ങളുണ്ട്. ഇനി തൊപ്പി വേണ്ടവർക്ക് തൊപ്പി വാങ്ങാം. അപ്പോൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത്, അതായത് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. കേതി വാലി വ്യൂ പോയിൻ്റാണ് ഈ വ്യൂ പോയിന്റിൻ്റെ പേര്. ഇവിടെ ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ നല്ല തണുപ്പും കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഈ കാണുന്നതാണ് വാച്ച് ടവർ. ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ഏരിയ നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ ഒരു അസ്തമയ സമയമായതുകൊണ്ട് തന്നെ അസ്തമയം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാം. പിന്നെ ഇതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ, ഈ കാണുന്നത് ഒരു ഡാമിൻ്റെ ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് സാധിക്കും. അതിൽ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള 3 ഭാഗങ്ങളും ഓരോ സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നെ ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. എന്നിട്ടൊരു സ്ഥലത്ത് കൂടി ഇതുപോലുള്ളൊരു സ്ഥലം കൂടി പോയിട്ട് നേരെ നാട്ടിലേക്ക് തിരിക്കാന്നുള്ള ഒരു പ്ലാനിങ് ആണ്. ഒരുപാട് ഫാമിലി ഉണ്ട് കേട്ടോ ഇവിടെ. ഫാമിലികൾക്ക് അടിപൊളിയായിട്ട് ഇവിടെ ചിലവഴിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. അതൊക്കെ നമ്മളെ ഈ ഒരു യാത്രാ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരു യാത്രയിലൂടെ കാണാം.